ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 മാർച്ച് 5 നടന്ന 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 11 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാം. ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഇതിൽ ലഭ്യമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എല്ലാവർക്കും അറിയാം, ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി ആണ്. മൊത്തം നമുക്ക് 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ നിർബന്ധമായും ചെയ്യണം. ബാക്കിയുള്ള ആക്ടിവിറ്റിയിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ അനലൈസ് ചെയ്തവർക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ്. അപ്പം നമുക്ക് ആദ്യം തുടങ്ങാം. ആദ്യത്തെ ചോദ്യം എന്താണ്? കോംപ്രിഹെൻഷനാണ്. ഇപ്രാവശ്യം ഒരു വെറൈറ്റി കോംപ്രിഹെൻഷനാണ് നമുക്ക് തന്നത്. സാധാരണ ഒരു പാസേജോ ഒരു പോയമോ ആയിരിക്കും, പക്ഷേ ഇപ്രാവശ്യം തന്നത് നമുക്കൊരു കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് എ സെയിൽസ്മാൻ ഇൻ എ ബുക്ക് ഷോപ്പ്. ഒരു ബുക്ക് ഷോപ്പിൽ ഒരു സെയിൽസ്മാനും അതേപോലെ തന്നെ ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. റീഡ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ കുട്ടി പറയാണ്, ചൈൽഡ്, ഹായ്, ഐ ആം ലുക്കിംഗ് ഫോർ എ ബുക്ക് ടു ബൈ. ഞാനൊരു ബുക്ക് വാങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഡു യു ഹാവ് എനി ബുക്ക് വിത്ത് അഡ്വഞ്ചറസ് ഓർ സം മാജിക്? അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അഡ്വഞ്ചറസ് ടൈപ്പ് അല്ലെങ്കിൽ മാജിക് ടൈപ്പ്. അപ്പോൾ അഡ്വഞ്ചറസ് അല്ലെങ്കിൽ മാജിക് ബുക്സ് ആ ടൈപ്പ് ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെയിൽസ്മാൻ പറയാണ് എന്താണ്, ഓഫ് കോഴ്സ് വി ഹാവ് ലോട്ട്സ് ഓഫ് എക്സൈറ്റിംഗ് ബുക്സ് വിത്ത് അഡ്വഞ്ചേഴ്സ് ആൻഡ് മാജിക്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്, അഡ്വഞ്ചറസും അതേപോലെ മാജിക് ബുക്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സായി? ഡു യു ഹാവ് എ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് അഡ്വഞ്ചർ? നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചൈൽഡ് പറയണ, ഐ ആം 12 years old. എനിക്ക് 12 വയസ്സായി. ഐ ലൈക്ക് സ്റ്റോറീസ് വിത്ത് മാജിക് ആൻഡ് ഡ്രാഗൺസ്. ഈ സ്റ്റോറീസൊക്കെയാണ് എനിക്കിഷ്ടമെന്ന്. അപ്പോൾ സെയിൽസ്മാൻ പറയും, ഗ്രേറ്റ് ചോയ്സസ്. നല്ല ചോയ്സ് ആണല്ലോ. ഹൗ അബൌട്ട് ദ ബുക്ക് ദ മാജിക് ട്രീ ഹൗസ് ബൈ മേരി പോപ്പർ ഹോബ്സ്ബോൺ? യു മൈറ്റ് ഓൾസോ എൻജോയ് ദ ബുക്ക് ഹാരി പോട്ടർ ബൈ JK റൗളിംഗ്. അപ്പോൾ ഒരുപാട് രണ്ട് ബുക്സിൻ്റെ പേരൊക്കെ പറയാണ്. ചൈൽഡ്, ക്യാൻ ഐ സീ ഇറ്റ്? എനിക്കത് കാണാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി, തീർച്ചയായും. ഫോർ മാജിക് ആൻഡ് ഡ്രാഗൺസ് റൗളിംഗ് ബുക്ക് ഈസ് ബെറ്റർ. അപ്പോൾ മാജിക്കും ഡ്രാഗൺസൊക്കെയാണ് ഇഷ്ടമെങ്കിൽ റൗളിങ്സിൻ്റെ ബുക്കാണ് നിങ്ങൾക്ക് ബെറ്റർ. ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ബുക്ക് ഫിൽഡ് വിത്ത് മാജിക്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എക്സൈറ്റിംഗ് അഡ്വഞ്ചറസ്. അപ്പോൾ ചൈൽഡ് പറയും, ഓ ഐ ഹാവ് ഹിയർഡ് ഓഫ് ഹാരി പോട്ടർ. ഞാൻ ഹാരി പോട്ടറെ പറ്റി കേട്ടിട്ടുണ്ട്. ഐ വിൽ ബൈ ഇറ്റ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഹാരി പോട്ടർ? എത്രയാണ് വില എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് 397 only. ഓക്കെ, ഐ വിൽ പേ ₹397. ഹിയർ ഇറ്റ് ഈസ്. താങ്ക്സ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. യു ടു എൻജോയ് യുവർ മാജിക്കൽ അഡ്വഞ്ചറസ്. അപ്പം പേ ചെയ്തു, 397 രൂപ പേ ചെയ്തു. എന്നിട്ട് ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ആ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് 5 ചോദ്യമാണുള്ളത്. ഈ 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ കറക്റ്റ് ആൻസർ കൊടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക്, അതായത് A ഗ്രേഡ് കിട്ടും. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ഡസ് ദ ചൈൽഡ് ലൈക്ക്? കുട്ടി ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്? ഹിസ്റ്റോറിക്കൽ, സയൻറ്റിഫിക്, അഡ്വഞ്ചറസ് ആൻഡ് മാജിക് ആൻഡ് കോമിക്. അപ്പോൾ നമ്മളത് വായിച്ചിട്ടുണ്ടല്ലോ. അഡ്വഞ്ചറസ് ആൻഡ് മാജിക് ആണ് കുട്ടിക്ക് ഇഷ്ടം. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ ചൈൽഡ്? കുട്ടിയുടെ വയസ്സ് എത്രയാണ്? അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 12 years. ഓക്കെ, 12 years. അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഐ ആം 12. ഫസ്റ്റ് തന്നെ പറഞ്ഞത് എന്താണ്? ഐ ആം 12 അല്ലേ. ഐ ലൈക്ക് സ്റ്റോറീസ് വിത്ത് മാജിക് ആൻഡ് ഡ്രാഗൺസ്. ഇനി അടുത്ത, വിച്ച് ബുക്ക് ഡിഡ് ദ ചൈൽഡ് സെലക്ട്? കുട്ടി ഏത് ബുക്കാണ് സെലക്ട് ചെയ്തത്? ഹാരി പോട്ടർ ബുക്കാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഹാരി പോട്ടറിന് എഴുതാം. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ലൈക്ക് ദ മോസ്റ്റ്. ഫേവറേറ്റ്, എക്സൈറ്റിംഗ്, അഡ്വഞ്ചറസ്, വിസാർഡ്സ്. അപ്പം ലൈക്ക് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ്? ഫേവറേറ്റ് ആണ്. മൈ ഫേവറേറ്റ് ബുക്ക്, മൈ ഫേവറേറ്റ് ഡിഷ് എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളതിൻ്റെ മീനിങ് വരുന്ന ഏതാണ്? ഫേവറേറ്റ്. ഇനി ലാസ്റ്റ് വൺ, വാട്ട് ഡസ് ദ സെയിൽസ്മാൻ സേ അബൌട്ട് റൗളിംഗ് ബുക്സ്? റൗളിങ്ങിൻ്റെ ബുക്കിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താ പറഞ്ഞത്?
ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ബുക്ക് ഫിൽഡ് വിത്ത് മാജിക് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എക്സൈറ്റിംഗ് അഡ്വഞ്ചറസ്. ഇത് ഈ സെൻറ്റൻസ് അതേപോലെ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ബുക്ക് ഫിൽഡ് വിത്ത് മാജിക് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് എക്സൈറ്റിംഗ് അഡ്വഞ്ചറസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പം ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് ഹിൻസ് ആൻഡ് പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ലയണൽ മെസ്സി. അപ്പം മെസ്സിയുടെ പ്രൊഫൈൽ എഴുതാനാണ് വന്നത്. അപ്പം വളരെ ഫുട്ബോൾ ഫാൻസ് ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. നമ്മുടെ ചാനലിൻ്റെ അപ്പുറത്ത് തന്നെ പറയുന്നുണ്ട് മെസ്സി ഫാൻസ്, റൊണാൾഡോ ഫാൻസ്, ലൈക്ക് അടി എന്നൊക്കെ കമൻറ്റ് കാണാറുണ്ട്. അപ്പം ലയണൽ മെസ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, പാരൻസ്, ഏർലി കരിയർ, അച്ചീവ്മെൻറ്റ്സ്, പേഴ്സണൽ ലൈഫ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സിയുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ലയണൽ മെസ്സിന്ന് നമ്മൾ പിന്നെ ബോൾഡായിട്ട് സെൻട്രലായിട്ട് എഴുതുക. പിന്നെ നമുക്ക് എഴുതാം ലയണൽ മെസ്സി ആൻഡ് Argentina soccer player. Messi was born on June 24th, 1987 in Rosario, Argentina. His father is George Messi, who worked in a steel company. His mother, Celia Kuchning, who worked in magnet manufacturing workshop. The magnificent footballer joined the Rosario club when he was 6 years old and joined FC Barcelona's youth academy. Messi at the age of 13. He married to Antonella Roccuzzo in 2017 and had 3 children named Thiago, Matteo, Siroja. His notable achievements are he won the gold medal for Argentina in 2008 Beijing Olympics. In 2022, he led Argentina to win the 2022 FIFA World Cup. Best FIFA World Player awards for 3 times. He achieved Ballon d'Or awards for 8 times. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഡയറി ആണ്. ഹോപ്പ് യു റിമെമ്പർ ദ സ്റ്റോറി ദ ബോയ് ആൻഡ് ദ ബലൂൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പം ബോയ് ആൻഡ് ദ ബലൂണിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദ സ്റ്റോറി ദ മദർ ഡിഡിൻറ്റ് അലൗ ദ ബോയ് ടു കീപ് ദ ബലൂൺ ഇൻസൈഡ് ദ ഹൗസ്. അപ്പം വീട്ടിനുള്ളിൽ ബലൂണ് വെക്കാൻ അമ്മ സമ്മതിച്ചില്ല. ദ ബോയ് ഫെൽറ്റ് സാഡ്. ഹി റോട്ട് അബൌട്ട് ദിസ് ഇൻ ഹിസ് ഡയറി. അപ്പോൾ അവനക്ക് വിഷമമായി. ആ വിഷമങ്ങളൊക്കെ അവൻ ഡയറിയിൽ എഴുതി. വാട്ട് വിൽ ബി ദ ഡയറി എൻട്രി? ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഒരുപാട് ഹിൻസ് തന്നിട്ടുണ്ട്. സാഡ് ആണ്, ലൈക്സ് ബലൂൺ, ഹാപ്പി വിത്ത് ബലൂൺ, അലോൺ, നോ ഫ്രണ്ട്സ്, മെനി അതർ ഹെൽപ്ഡ്, ഹൗ ടു സേവ് മൈ ബലൂൺ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡയറി എഴുതണം. ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ദാറ്റ്, നമ്മൾ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. ആ ദിവസത്തിൻ്റെ പേരും എഴുതണം. അപ്പം 5th March 2024 ട്യൂസ്ഡേ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങാം. ഹൗ ഹാപ്പി ഐ വാസ് വെൻ ദ ബലൂൺ വാസ് വിത്ത് മീ. ബലൂൺ എൻ്റെ കൂടെ ഉണ്ടായപ്പോൾ ഞാൻ എത്ര സന്തോഷവാനായിരുന്നു. ഐ ലവ്ഡ് ദ ബലൂൺ വെരി മച്ച്. ഐ വാണ്ടഡ് ടു കീപ് മൈ ബലൂൺ വിത്ത് മീ. എനിക്ക് എന്നോടൊപ്പം എപ്പോഴും എൻ്റെ ബലൂൺ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഹി അണ്ടർസ്റ്റാൻഡ് മീ വെരി വെൽ. വി കുഡ് പ്ലേ ടുഗദർ, റൺ ടുഗദർ. നമുക്കൊന്നിച്ച് കളിക്കാമായിരുന്നു, ഓടാമായിരുന്നു. ഹി വുഡ് ഓൾവേസ് ഫോളോ മീ. എന്നെ എപ്പോഴും ഫോളോ ചെയ്യുമായിരുന്നു. ബട്ട് മോം ആസ്ക്ഡ് മീ ടു ത്രോ ഹിം ഔട്ട്. പക്ഷേ അമ്മ എന്താ പറഞ്ഞത്? അതിനെ പുറത്തേക്ക് വലിച്ചു. ഹോ വാട്ട് എൽസ് ക്യാൻ ഐ ഡു മൈ പുവർ ബലൂൺ. ഞാൻ എന്ത് ചെയ്യും എൻ്റെ സ്വന്തം ബലൂണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ആദ്യം നമ്മൾ എന്ത് എഴുതണം? നമ്മൾ ഡേറ്റ് എഴുതാൻ വിട്ടു പോകരുത്. പിന്നെ ദിവസത്തിൻ്റെ പേരും എഴുതുക. എന്നിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ദിസ് ഈസ് എൻ അൺഫോർഗറ്റബിൾ ഡേ, അല്ലെങ്കിൽ സാഡ് ഡേ എന്നൊക്കെ എഴുതാം. ഹൗ ഹാപ്പി ഐ വാസ് വെൻ ദ ബലൂൺ വാസ് വിത്ത് മീ. ഐ ലവ്ഡ് ദ ബലൂൺ വെരി മച്ച്. ഐ വാണ്ടഡ് ടു കീപ് ദ ബലൂൺ വിത്ത് മീ. ഹി അണ്ടർസ്റ്റാൻഡ് മീ വെരി വെൽ. We could play together, run together. He would always follow me. But mom asked me to throw him out. Oh, what else I can do, my poor balloon. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 4 എന്താണ്? പോസ്റ്ററാണ്. ദ പോയം ബുക്സ് ബൈ എലനിയർ ഫൾജോൺ ഡിസ്ക്രൈബ്സ് ബുക്സ് ആസ് ദ വേൾഡ് ഓഫ് വണ്ടർ. ഇറ്റ് സേസ് അബൌട്ട് ദ ജോയ് ഓഫ് റീഡിംഗ് ബുക്സ്. ഡു ഓൾ ഓഫ് us have the habit of reading? പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ എൻകറേജിങ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ്. അപ്പോൾ റീഡിങ്ങിനെ എൻകറേജ് ചെയ്യുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് എന്താണ് കുറച്ച് സ്ലോഗൻസൊക്കെ കൊടുക്കാം. പിന്നെ
ബുക്കിൻ്റെ ചിത്രമൊക്കെ വരച്ച് കുറച്ച് കളർഫുള്ളാക്കാം. പിന്നെ ഇനി അടുത്ത എന്താണ്, ക്യാരക്ടർ സ്കെച്ചാണ്. ഡു യു റിമെമ്പർ ദ ഗ്രാൻഡ് ഫാദർ ഇൻ ദ സ്റ്റോറി ദ വുഡൻ കപ്പ്? ഗ്രാൻഡ് ഫാദർ വാസ് വെരി ഓൾഡ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ടിനോസ് ഗ്രാൻഡ് ഫാദർ. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിന് കുറച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. ഓൾഡ്, ലവിങ്, ലവ്ലി, ലവ്ഡ്, സ്പെൻഡിങ് ടൈംസ് വിത്ത് റോബർട്ടിനോ, റെഡി ടു സഫർ, നോ കംപ്ലൈൻസ്, മദർ ഡസ് നോട്ട് ലൈക്ക് ഗ്രാൻഡ് ഫാദർ, വീക്ക്, ഹാൻഡ് ഷവറിങ്, അങ്ങനെ കുറച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ദ ഗ്രാൻഡ് ഫാദർ ഓഫ് റോബർട്ടിനോ ഈസ് എ ടിപ്പിക്കൽ ഓൾഡ് ഗ്രാൻഡ് ഡാഡ്. ദോ സാഡ് ആൻഡ് ലോൺലി, ഹി ഈസ് ലവിങ് ആൻഡ് കെയറിങ്. സാഡാണ്, ലോൺലി ആണ്, പക്ഷേ ഭയങ്കര ലവിങ്ങും കെയറിങ് ആണ്. ഹി യൂസ്ഡ് ടു ടെൽ സ്റ്റോറീസ് ടു റോബർട്ടിനോ. റോബർട്ടിനോട് സ്റ്റോറീസൊക്കെ പറയായിരുന്നു. ഹി ഈസ് റിയലി എ ഗ്രേറ്റ് ഫ്രണ്ട് ആൻഡ് കമ്പാനിയൻ ഓഫ് റോബർട്ടിനോ. അപ്പോൾ റിയലി എ ഗ്രേറ്റ് ഫ്രണ്ട്, ഭയങ്കര ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അതേപോലെ റോബർട്ടിനോൻ്റെ സന്തത സഹചാരിയായിരുന്നു. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് സൺ ഡിയർലി. റോബർട്ടിനോസ് ഫാദർ ഓൾവേസ് കോൾഡ് ദ ഓൾഡ് മാൻ. റോബർട്ടിൻ്റെ പാരൻസ് എന്താണ് എപ്പോഴും ചീത്ത അറിയാമായിരുന്നു. ദേ ഡിഡിൻ കെയർ ഹിം. അവർ ഗ്രാൻഡ് ഫാദറിനെ നോക്കിയിരുന്നേ ഇല്ല. ഹി ഹാസ് നോ കംപ്ലൈൻറ്റ്സ് വാട്ട്സോ എവർ. എന്തൊക്കെ ആയാലും അയാൾക്കൊരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. ഹിസ് ഹാൻഡ് ഷിവറിങ് ബിക്കോസ് ഓഫ് ഓൾഡ് ഏജ്. ഹി നെവർ അട്ടേഴ്സ് എനി ആംഗ്രി വേർഡ്സ്. അപ്പോൾ അതാണ് നമുക്ക് എഴുതാനുള്ളത്. പിന്നെ 6ാമത്തെ എഡിറ്റിംഗ് ആണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് നോക്കുക. ദ കിങ് ഹിയർഡ് ദിസ് റിമാർക്ക്. ഇവിടെ ഹി എന്താണ്? ഹി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹീൻ്റെ എന്താണ് മിസ്റ്റേക്ക്? ഹി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം അല്ലേ? അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. ഹീന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. മെയ്ഡ് എൻക്വയറീസ്. ഇവിടെ എന്താ കംപ്ലൈൻറ്റ്? ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്. QUIRIES അതാണ് എൻക്വയറീസ്. ഇനി അടുത്ത എന്താണ്? ആൻഡ് ഗിവ് അല്ല ഇവിടെ വേണ്ട, ഗെയ്വ് ആണ്. ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ് ഗെയ്വ് ഓർഡേഴ്സ് ടു ഡിസ്മിസ് ദ കറക്റ്റ് ഓഫീഷ്യൽസ്. മോർ നെവർ. ഇവിടെ എന്താണ് വേർഡ് ഓർഡർ തെറ്റിച്ചാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നെവർ മോർന്ന് എഴുതാം. അപ്പോൾ ഈ നെവർ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, മോറിൻ്റെ സ്മോൾ ലെറ്റർ എഴുതണം. നെവർ മോർ. വാസ് ടെയിൽ ഫുഡ് സെർവ്ഡ് ഓഫ് അല്ല അറ്റ് ദ കിങ് എന്നാണ് പറയുക. അറ്റ് ദ കിങ്സ് പാലൻസ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം നമുക്ക്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? ഹി ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ഇവിടെ ഗിവ് എന്താണ്? പാസ്റ്റ് ടെൻസ് ഗെയ്വ് ആക്കണം. ഇവിടെ എൻക്വയറീസ് സ്പെല്ലിങ് തെറ്റാണ്. പിന്നെ മോർ നെവർ എന്നുള്ള നെവർ മോർന്ന് എഴുതണം. ഓക്കെ. പിന്നെ ഓഫ് എന്നുള്ളത് അറ്റ് എഴുതണം. അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് എഡിറ്റിങ്, ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ പോസ്റ്റർ, അതേപോലെ ഡയറി എൻട്രി, പിന്നെ പ്രൊഫൈൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. അറിയാവുന്ന 4 നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.